2026 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ സഖ്യത്തെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെന്നറ്റും യാർ ലാപ്പിഡും ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേൽ രാഷ്ട്രീയം നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്നിങ്ങനെ രണ്ട് തട്ടിലായിരുന്നു. ഈ വേർതിരിവിനെ വോട്ടാക്കി മാറ്റാനാണ് ബെന്നറ്റും ലാപ്പിഡും ശ്രമിക്കുന്നത്. ഗസയിൽ തുടരുന്ന യുദ്ധവും ഇറാനുമായി നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്ന ആക്ഷേപം ഇസ്രായേലിനുള്ളിൽ തന്നെ ശക്തമാണ്. യുദ്ധത്തിൽ ഒരു നിർണായക വിജയം നേടാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു സഖ്യം ഇസ്രായേൽ രൂപപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തരമായ ഭിന്നതകളും ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അതിന്റെ ദിശ മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നും രാജ്യത്തെ വീണ്ടെടുക്കാൻ പുതിയൊരു നേതൃത്വം അനിവാര്യമാണെന്നുമാണ് സഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യാർ ലാപ്പിഡ് വ്യക്തമാക്കിയത്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ സ്വാധീനം രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നു എന്നാണ് നഫ്താലി ബെന്നറ്റിന്റെ പക്ഷം. ഈ സഖ്യത്തിന്റെ പ്രസക്തി മനസ്സിലാകണമെങ്കിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട്. മുൻപ് 2021 സമാനമായ രീതിയിൽ ഇവർ ഒരുമിച്ച് നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അന്ന് നഫ്താലി ബെന്നറ്റും യാർ ലാപ്പിഡും ഊഴമിട്ട് പ്രധാനമന്ത്രി പദം പങ്കിടാനായിരുന്നു തീരുമാനം. എന്നാൽ ആശയപരമായി വലിയ വ്യത്യാസമുള്ള കക്ഷികൾ ചേർന്ന ആ സഖ്യത്തിന് വെറും 18 മാസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടായിരിക്കും പുതിയ സഖ്യം മുന്നോട്ട് പോവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.